ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് AZB അക്കാഡമിയിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എടാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവരും തിരുവിതാംകൂർ ദേവസ്വം LD എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ LD എന്ന് പറയുന്ന പോസ്റ്റ് വളരെ ഗ്ലാമറായിട്ടും എന്നാൽ അധികാരപരിധി വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു വലിയൊരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അത് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതുമായിരിക്കും. അപ്പം ആ നോട്ടിഫിക്കേഷൻ വരാൻ അത്ര ഡിലേ ഒന്നുമില്ല. എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഒരു ഓണ സമ്മാനമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അയക്കാം, എന്തെല്ലാമാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറേ കുട്ടികൾ ഈ ഒരു കാര്യം ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ ഒരു വലിയൊരു കമൻ്റായിട്ടൊരു കാര്യം, സാർ ഈ ജോലിക്ക് ബോണ്ട് ഉണ്ടാകുമോ, ഇങ്ങനെ ബോണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസും ഒരുപാട് മെസ്സേജസ് ഞങ്ങൾക്ക് വന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. തിരുവിതാംകൂർ LDയുടെ പോസ്റ്റിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പോസ്റ്റിൽ ബോണ്ട് ഉണ്ടാകുമെന്നാണ്. അതായത് സാധാരണ നമ്മൾ ഈ ബോണ്ട് എന്നൊക്കെ കേട്ടിട്ടുള്ള യൂണിഫോം തസ്തികകൾക്കൊക്കെ ഇങ്ങനെ ബോണ്ട് ഉള്ളതായിട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിൽ ഈ ഒരു പോസ്റ്റിന് ബോണ്ട് ഉണ്ടാകുമോ? ഏകദേശം നിങ്ങൾക്കറിയാം, മറ്റ് LD പോസ്റ്റുകളെ പോലെയല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDയുടെ പോസ്റ്റ്. വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവരുടെ ഉത്തരവ് പ്രകാരം പറയുന്നത് ഒരു 3 വർഷം നിങ്ങൾ മിനിമം ദേവസ്വം ബോർഡിൽ ആ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ പോവുകയാണ് എങ്കിൽ 50,000 രൂപ ബോർഡിന് അടയ്ക്കണം. ഇപ്പോൾ ഈ 50,000 രൂപ എന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറിയ ശേഷം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചൊരു വലിയൊരു തുകയൊന്നുമല്ല. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുക തന്നെയാണ് 50,000 രൂപ. എങ്കിൽ പോലും ഏത് അവസരത്തിലാണ് ഒരാൾ ആ ജോലി ഉപേക്ഷിക്കുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഏത് അവസരത്തിലാണ് ഉപേക്ഷിക്കുന്നത്? ഇതിനേക്കാൾ ബെറ്റർ ഒരു പോസ്റ്റ് കിട്ടുമ്പോഴാണ്. പിന്നെ കുറേ ആളുകൾ ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു ജോലിയുടെ ഒരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാ LD പോലുള്ളൊരു പോസ്റ്റേ അല്ല ഒരിക്കൽ പോലും ദേവസ്വം ബോർഡ് LD അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജോലി എന്ന് പറഞ്ഞാൽ സാധാരണ LD ക്ലർക്ക് ചെയ്യുന്ന ജോലി മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഒന്നുകിൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കാം, അതുമായി അനുബന്ധ സ്ഥാപനങ്ങളിലായിരിക്കാം, അതല്ല എങ്കിൽ ക്ഷേത്രങ്ങളിലായിരിക്കാം അല്ലേ. നമ്മളെപ്പോഴും പറയുന്നത്, നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു ക്ഷേത്ര സംബന്ധിയായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ആ ബോർഡുകളിലെ ജോലി നിങ്ങൾ നോക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത്രമാത്രം ഇൻട്രസ്റ്റിങ്ങോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗ്ലാമർ ജോലിയാണ്. എന്നാൽ ഈ ഒരു ജോലിയുടെ ഒരു അധികാര പരിധി, അല്ലെങ്കിൽ നിങ്ങൾ LD ആയിട്ട് ചെല്ലുന്ന ഒരു ക്ഷേത്രത്തിലാണ് ചെല്ലുന്നതെങ്കിൽ അവരുടെ ഒരു അധികാര പരിധി എന്ന് പറയുന്നത് വളരെ വലിയ അധികാര പരിധിയാണ്. ചിലപ്പോൾ ക്ഷേത്രം തുറക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെല്ലേണ്ടി വരും. ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ച് കുറേ കീഴൂട്ട് ക്ഷേത്രങ്ങളുണ്ടാവും. ഒരു 5-6 കീഴൂട്ട് ക്ഷേത്രങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ചെറിയൊരു ഉത്തരവാദിത്വം മാത്രമല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനോട് ചേർന്നിട്ടുള്ള കീഴൂട്ട് ക്ഷേത്രങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു അധികാരപരിധി, സാധാരണ ഒരു LD ക്ലർക്കായിട്ട് കയറുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് മറ്റ് സർവീസുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ LD ആയിട്ട് കയറുന്ന ഒരാളുടെ അധികാര പരിധിയേ അല്ല എന്തായിട്ട് കയറുന്ന ദേവസ്വം ബോർഡിൽ LD ആയിട്ട് കയറുന്ന ഒരാൾക്ക് അധികാര പരിധി വളരെയധികം വലുതായിരിക്കും. ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ജോലിക്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ അനുഭവപ്പെടുന്നതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഒന്നും താങ്ങാൻ പറ്റില്ല. അവർ പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്ത് പോകും. അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ഈ തിരുവിതാംകൂർ LDയിലെ പോസ്റ്റിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിലുണ്ടായിരിക്കാം, അയാൾ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റിലുണ്ടായിരിക്കാം, ചിലപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ആ ലിസ്റ്റിലുണ്ടായിരിക്കും. ഇതിൽ കൂടെ കൂടുതൽ സാലറി സ്കെയിലും മറ്റു കാര്യങ്ങളുള്ളൊരു ജോലിയിലുണ്ടായിരിക്കാം. പക്ഷെ അവർ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ ദേവസ്വം ബോർഡ് ജോലിയെ തഴഞ്ഞിട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ബോർഡ് ഇത്തരത്തിൽ 3 വർഷമെങ്കിലും നിങ്ങൾ മിനിമം ജോലി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് പോകണമെങ്കിൽ 50,000 രൂപയോളം ബോർഡിൽ കെട്ടിവെക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കാം. കാരണം കഴിഞ്ഞ ലിസ്റ്റ് വന്നതിന് ശേഷം മാക്സിമം എല്ലാവരും അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. കുറച്ച് 90ഓളം അല്ലെങ്കിൽ 70ഓളം ഒഴിവുകൾ പറഞ്ഞ ശേഷം അതിൽ കൂടുതൽ ആളുകളെ ആ ലിസ്റ്റിലുള്ള ഏകദേശം എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ലിസ്റ്റ് വരുമ്പം അത്തരത്തിൽ ലിസ്റ്റിൽ നിന്ന് ലിസ്റ്റ് തീർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്.
അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ബോർഡ് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഒരു ക്ഷേത്രത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ അത് വിട്ട് പെട്ടെന്ന് മാറിപ്പോകുമ്പം ആ ബോർഡിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതും ബോർഡ് കണക്കാക്കിയത് കൊണ്ടാണ് ഈ ബോണ്ട് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് വന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്. അത്രമാത്രം ഗ്ലാമറാണ് നിങ്ങളുടെ ജോലി. ഈ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോലിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ LD എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഗ്ലാമറസ് ആയിട്ടുള്ള ജോബാണ്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു വിശിഷ്ട ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അവിടുത്തെ ആ ഉദ്യോഗസ്ഥർക്ക് ഉള്ള ഒരു ഒരു ഗാംഭീര്യം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു രീതി ഒക്കെ ഒരു വല്ലാത്തൊരു പവർ തന്നെയാണ്. ഒന്നുമല്ല, നമ്മുടെ ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യക്ക് പോയപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പവർ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും സീസൺ സമയമാകുമ്പം. അപ്പം അത്തരത്തിൽ വിശ്വാസപരമായിട്ട് ഒരുപാട് രീതികളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ്, നല്ല ഗ്ലാമറസ് ജോബാണ്. അതുപോലെ തന്നെ എന്താണ്, അധികാര പരിധി നിങ്ങൾക്ക് വളരെയധികം കൂടുതൽ. ഒരു ചെറിയൊരു ഓഫീസ്, ഒരു മേശയുടെ അവിടെ മാത്രമായിരിക്കില്ല നിങ്ങളുടെ അധികാര പരിധി. അത്യാവശ്യം 4-5 ക്ഷേത്രങ്ങളുടെ ഒക്കെ ഒരു അധികാര പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഒരു ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രത്തെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. അപ്പം അത്തരത്തിലൊക്കെ ഉള്ളൊരു നല്ലൊരു ജോലിയാണ് തിരുവിതാംകൂർ LD എന്ന് പറയുന്നൊരു പോസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാലുള്ള പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. നമ്മൾ എക്സ്ക്ലൂസീവായിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ LDക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഗുരുവായൂർ LD ഒക്കെ പഠിച്ചിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാതെ വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അപ്പം അവിടെ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയെന്ന് ഞാൻ പറയട്ടെ. ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഇല്ല. ഒരു ഉദ്യോഗാർത്ഥി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഈ പരീക്ഷ എയിം ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവന് കൃത്യമായിട്ട് വേണ്ട ഒരു സ്റ്റഡി പ്ലാനാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റക്കാരും സ്റ്റഡി പ്ലാനാണ്. ആ സ്റ്റഡി പ്ലാനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ വ്യക്തമായ ഓരോ ദിവസവും നിങ്ങൾ എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത, ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. കേവലം ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ സെഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ആ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു പരീക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു ഒരു കടമ്പ എന്ന് പറയുന്ന കറണ്ട് അഫെയർ തന്നെയാണ്. അപ്പോൾ ആ കറണ്ട് അഫെയർസിന് വേണ്ടി സ്പെഷ്യൽ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ PYQ പ്രാക്ടീസസ് ഉണ്ടായിരിക്കും. അപ്പം ഒരു ഉദ്യോഗാർത്ഥി ഒരു പരീക്ഷയിലേക്ക് എത്തിപ്പെട്ടു, അത് ക്രാക്ക് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്, മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നല്ല സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇനി ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ഇപ്പം 1857 വിപ്ലവം എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ ആ ഉത്തരങ്ങൾ ചെയ്ത് എങ്കിൽ ചിലപ്പം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരിക്കാം ചോദിക്കുന്നത്. നിങ്ങളത് എടുത്ത് ചെയ്തതെങ്കിൽ ആ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു മാറുക. പിന്നെ 57 വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ പഠിക്കുക, ആ സമയത്ത് വൈസ്രോയി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം നമുക്കറിയാം ഒരു വിർച്വൽ വേൾഡിലായിരിക്കും നിങ്ങൾ പഠിക്കുക. അവിടെ നിങ്ങളെ കൃത്യമായിട്ട് കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ഒരു മാത്രം പ്രത്യേകതയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും. മറ്റുള്ളതുപോലെയല്ല, പ്രോപ്പറായിരിക്കും മെൻറ്റർഷിപ്പ് സെഷൻസ് എന്ന് പറയാം. ആ മെൻറ്റർഷിപ്പ് സെഷനിലൂടെ നിങ്ങളുടെ ക്ലാസ്സുകളെ വിലയിരുത്തൽ നമ്മൾ നടത്തും. നിങ്ങളുടെ എക്സാംസ് നമ്മൾ നടത്തുമ്പം ആ എക്സാംസിൻ്റെ മാർക്കിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തും. അതനുസരിച്ചുള്ള വേണ്ട ഗൈഡൻസ് നിങ്ങൾക്ക് തരും. അങ്ങനെ ഫുള്ളി പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ സെഷൻ, അതായത് പഠിച്ചു, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ PYQ പഠിച്ചു,
അതുപോലെ തന്നെ ഡെയിലി പ്ലാനോടുകൂടി പഠിച്ചു. ഈ ഡെയിലി പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, റിവിഷനും ഉണ്ടായിരിക്കും. അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത ശേഷമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട. ഈ നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ നിങ്ങൾ തളർത്താൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ആ ഒരു തളർച്ചയിലൊന്നും നിങ്ങൾക്ക് വീഴാതിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഈ തിരുവിതാംകൂർ LD എന്ന് പറയുന്നത് ഒരു ഗ്ലാമർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എൻ്റെ ടീം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുണ്ട്. ഇത് ഒരിക്കൽ പോലും ഒരു കോഴ്സ് തീരുന്നിടം വരെ ഫുൾ നമ്മൾ ഈ ഒരു നിങ്ങളെ ആ ജോലിയിലേക്ക് എത്തിക്കുന്നിടം വരെ ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത തിരുവിതാംകൂർ LD പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കയറണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ കയറും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.